അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ രണ്ടാമത്തെ പ്രദേശമായി കേരളം മാറിയതിന്റെ ചരിത്ര പ്രഖ്യാപനം കഴിഞ്ഞ നവംബർ 1-ാം തീയതി കേരള സർക്കാർ നടത്തി. അന്ന് രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചത്. ഒന്ന്, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. രണ്ട്, കേരളത്തിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന നുണയുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 4/11/2025 ഇത് ഹിന്ദു, ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യയിലെ രണ്ട് പ്രമുഖ ദിനപത്രങ്ങൾ. ഈ രണ്ട് പത്രങ്ങളുടെയും ഈ ദിവസത്തെ മുഖപ്രസംഗം കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ പറ്റിയാണ്. ഇത് ഹിന്ദുവിന്റെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് കേരള സ്റ്റോറി എന്നാണ് നൽകിയിരിക്കുന്നത്. കേരളത്തെ പറ്റി വ്യാജ പ്രൊപ്പഗണ്ട പ്രചരിപ്പിക്കുവാൻ സംഘപരിവാർ ഉപയോഗിച്ച അതേ പേര് തന്നെ കേരളത്തിന്റെ ചരിത്രപരമായ നേട്ടത്തെ വിശദീകരിക്കുവാൻ വേണ്ടി ഹിന്ദു ഉപയോഗിച്ചിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ അതിദരിദ്രരെ കണ്ടെത്താൻ ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്ന് നടത്തിയ ശ്രമത്തെക്കുറിച്ചും അതിന് സ്വീകരിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ചും പ്രത്യേകം മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചതിനെ പറ്റിയും വീട്, വരുമാനം, പാകം ചെയ്ത ഭക്ഷണം, രേഖകൾ, അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ആരോഗ്യ സേവനങ്ങൾ എന്നിവ നൽകിയതിനെക്കുറിച്ചും വ്യക്തമായി ഹിന്ദുവിന്റെ മുഖപ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തെ ചെറുത്തു തോൽപ്പിക്കുന്നത് അവസാനമില്ലാത്തൊരു ദൗത്യമാണെന്നും അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ സ്വാഭാവികമാണെന്നും പത്രം മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. താഴെത്തട്ടിലെ ജനാധിപത്യത്തിന്റെ വിജയവും ഒരു ബദൽ വികസന മാതൃകയുടെ ഉദാഹരണവുമായി കേരളത്തിന്റെ പ്രവർത്തനത്തെ പ്രചരിപ്പിക്കപ്പെടേണ്ടതാണെന്നും ഹിന്ദു മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിദരിദ്രരെ കണ്ടെത്താൻ 2021 മുതൽ നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങൾക്ക് സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തങ്ങളുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഘടനാപരമായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പരിവർത്തനത്തെ സുസ്ഥിരമാക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തങ്ങളുടെ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ രണ്ട് പത്രങ്ങൾ മാത്രമല്ല, CNN, ന്യൂസ് 18, ഇന്ത്യ ടുഡേ, ഡിജിറ്റൽ മാധ്യമമായ ദി ന്യൂസ് മിനിറ്റ് എന്നിവയെല്ലാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഗുണഭോക്താക്കളെ നേരിട്ട് കണ്ട് തയ്യാറാക്കിയ ഗ്രൗണ്ട് റിപ്പോർട്ടായിരുന്നു ദി ന്യൂസ് മിനിറ്റ് പ്രസിദ്ധീകരിച്ചത്. ഓരോരുത്തരുടെയും വീടുകളിൽ നേരിട്ട് പോയി അവരുടെ ജീവിതാവസ്ഥയിലുണ്ടായ മാറ്റം വ്യക്തമാക്കുന്ന സമഗ്രമായ റിപ്പോർട്ടായിരുന്നു അത്. ചരിത്രപരമായ കേരളത്തിന്റെ ഇടപെടലുകൾ എങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയായി സ്വീകരിക്കേണ്ടതെന്നത് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു സ്ക്രോൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ എങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കേരളം കൈപിടിച്ചുയർത്തി എന്നതും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കേരളം നടത്തിയ മഹത്തായ ഒരു ദൗത്യത്തെ ഇന്ത്യയുടെയും ലോകത്തിന്റെയും മുന്നിൽ ദേശീയ മാധ്യമങ്ങൾ ഒരു മാതൃകയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വിമർശനാത്മകമായി തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ കുറവുകൾ ചൂണ്ടിക്കാട്ടുന്നതിനോടൊപ്പം തന്നെ മറ്റാരും ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു വലിയ വെല്ലുവിളിയാണ് മുൻ മാതൃകകളില്ലാതെ തന്നെ കേരളം ഏറ്റെടുത്ത് നടപ്പാക്കിയിരിക്കുന്നതെന്നും അടിവരയിടുകയാണ് ദേശീയ മാധ്യമങ്ങൾ.